ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം അപ്പാനി ശരത്ത് പുറത്തായ സമയത്ത് മസ്താനി പോയി ക്യാമറയിൽ നോക്കി തന്റെ സന്തോഷ പ്രകടനം നടത്തിയിരുന്നു. അപ്പാനി ശരത്ത് ഔട്ടാവുന്നതിന്റെ ഭാഗമായിട്ടുള്ള സന്തോഷ പ്രകടനമാണ്. അപ്പാനിയെ പുറത്താക്കിയതിൽ പ്രേക്ഷകരോട് നന്ദി പറഞ്ഞിരുന്നു. അത്രയും മോശപ്പെട്ട വാക്കുകൾ എന്നെ വിളിച്ചൊരാൾ പുറത്തേക്ക് പോകുന്നതിന്റെ ഹാപ്പിനെസ് ആണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് മസ്താനിയ പറഞ്ഞത്. പിന്നെ പറയുന്നുണ്ട്, അത്രയും മോശപ്പെട്ട ഒരു വാക്ക് എന്നെ വിളിച്ചൊരു വ്യക്തിയാണ്. ഈ അടുത്ത ആഴ്ച ഞാൻ നോമിനേറ്റ് ചെയ്യാനിരിക്കുമായിരുന്നു, പ്രേക്ഷകർ പുറത്താക്കിയിൽ അത്രയും താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഒരു സീസണിലും ആരും കാണിക്കാത്ത പോലത്തെ ഒരു ചീപ്പ് ഗെയിമാണ് മസ്താനി അവിടെ കളിച്ചത് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, അതിന് കാരണങ്ങളുണ്ട്, പറയാം. എന്തായാലും ക്യാമറയിൽ നോക്കി പറഞ്ഞത് ഓക്കെ എന്ന് വേണം കണക്കാക്കാം. കാരണം സ്വന്തം സ്പേസിൽ നിന്നിട്ടാണ് പറഞ്ഞത്, സ്വന്തം അഭിപ്രായത്തെയാണ് തുറന്നു കാണിച്ചത്. പക്ഷെ അപ്പാനി ശരത്ത് അവിടെ പുറത്തായി ലാലേട്ടൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത്, ലാലേട്ടൻ ഇത് ചോദിക്കുന്ന സമയത്ത് പോലും മസ്താനിക്ക് ഗെയിമാണ്. ക്യാമറയിൽ നോക്കി പറഞ്ഞ സെയിം സാധനം കോപ്പി പേസ്റ്റ് അടിച്ച പോലെ പറയുന്നുണ്ട്. വെറും ചീപ്പ് ഗെയിമാണ് മസ്താനിയെ കളിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു സീസണിലും ആരും ഇത്രയും ഒരു ചീപ്പ് കളി കളിച്ചിട്ടില്ല. ഒരാൾ അയാളുടെ സ്വപ്നം തകർന്ന് അവിടെ കണ്ണുനീരൊക്കെ വന്നിട്ട് അവിടെ നിൽക്കുവാണ്, ഔട്ടായല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ശരിക്കും ഷോക്കായിരുന്നു. എത്രയൊക്കെ വിമർശിച്ചു എന്ന് പറഞ്ഞാലും അയാൾ ഒരു മനുഷ്യനാണ്, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ആ പ്ലാറ്റ്ഫോമിലേക്ക് പോയ ഒരു മനുഷ്യനാണ്. അതെല്ലാം തകർന്നിട്ട് അവിടെ ശരത്ത് നിൽക്കുന്ന സമയത്തും അയാൾ അതിനകത്ത് വെച്ച് കളിച്ച ഗെയിമിന്റെ പേരിലുള്ള ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്നത് അങ്ങേയറ്റം മോശമായിപ്പോയി. യാത്ര പറഞ്ഞ് വിടുന്നതിന് പകരം ക്യാമറയിൽ പോയി ഓടിപ്പോയി പറഞ്ഞതും ലാലേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞതും എല്ലാം വളരെ ചീപ്പായിപ്പോയി. എത്രയൊക്കെ ആണെങ്കിലും ഇതൊരു ഒരു മനുഷ്യത്വം ഇത്രയെങ്കിലും കാണിക്കണം. പിന്നെ ഇതിനെ വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാല് കലാപോത്സരിക ഔട്ടാവുന്ന സമയത്ത് ശരത്ത് അകത്തിരുന്ന് പറഞ്ഞിരുന്നല്ലോ, പോയി എന്റെ ഭാര്യയെ കാണണം എന്നുള്ളൊരു കാര്യം. ഫീലിങ്സ് മനസ്സിലാക്കാതെ അന്ന് അപ്പാനി പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് അതിനൊരു മറുപടി എന്നോണമായിരിക്കണം മസ്താനിയുടെ ആ ഒരു ഗെയിം. അത് എന്ത് തന്നെ ആയാലും എനിക്ക് തീരെ പിടിച്ചില്ല കേട്ടോ. അന്ന് ശരത്ത് പറഞ്ഞതും പിടിച്ചില്ല, ഇന്ന് ഇപ്പൊ മസ്താനി കാണിച്ച ആ ഒരു പ്രവൃത്തി എനിക്ക് ഒട്ടും തന്നെ പിടിച്ചില്ല. ഉള്ള കാര്യം പറയാം, ഒരാൾ പുറത്താവുമ്പോ പോലും അത്രയ്ക്ക് അമ്മാതിരി ഹേറ്റിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താ പറയാ, ഇച്ചിരി ഒന്ന് അടങ്ങാം. മസ്താനി അവിടെ കളിച്ചത് വെറും ഒരു ചീപ്പ് കളിയായി പോയി. ശരത്തിനെ പരിധി വിട്ട് വിമർശിച്ചിട്ടുള്ളവരാണ് നമ്മൾ. പക്ഷെ അക്ബറിന്റെ ആ ഒരു ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് ഒരു വിങ്ങൽ തോന്നി. പിന്നെ ശരത്തിന്റെ ആ ഒരു അക്ബറെ എന്നുള്ള ആ ഒരു വിളിയും ഒക്കെ കേട്ടപ്പോ ഇത്തിരി ഒരു സങ്കടം തോന്നി. കാരണം ശരത്തിനെക്കാളിലും പോകാൻ അവിടെ യോഗ്യതയുള്ളവരുണ്ടായിരുന്നു എന്ന് തോന്നി. ശരത്ത് കളിച്ചു വന്നത് നെഗറ്റീവ് ഗെയിമാണ്, നമുക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ഗെയിമാണ്. പക്ഷെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. നെഗറ്റീവ് ഗെയിമർ എന്ന നിലയ്ക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഗെയിമർ ആയിരുന്നു. പിന്നെ മനുഷ്യത്വമുള്ളവരും ഫീലിങ്സിനെ ബഹുമാനിക്കുന്ന അറിയുന്നവരും ആരും ഇങ്ങനെ ഒരു ഗെയിം കളിക്കില്ല. അവിടെ വേറെ ആരും കളിക്കുന്നത് കണ്ടില്ല. മസ്താനി മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം ഏറ്റുപിടിച്ച് അവിടെ കളിക്കുന്നതായിട്ട് കണ്ടത്. മസ്താനിയെ എല്ലാ കാര്യത്തിനും താങ്ങുന്ന ലക്ഷ്മി പോലും ഈ ഒരു കാര്യത്തെ ഏറ്റുപിടിക്കുന്നതായിട്ട് കണ്ടില്ല. അതിന് കാരണം അവർക്കറിയാം, ഇത് ഏറ്റുപിടിച്ച വള്ളിയാവും എന്നറിയാവുന്നത് കൊണ്ടാണ് ലക്ഷ്മി മിണ്ടാതിരുന്നത്. മസ്താനി നല്ല രീതിയിൽ തന്നെ ലാലേട്ടന്റെ മുന്നിൽ അങ്ങനെ പറയുന്നുണ്ട്. ക്യാമറയിൽ നോക്കി പറഞ്ഞ സെയിം സാധനങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, മസ്താനിയുടെ ഭാഷയെ പറ്റി നാളെ നമുക്ക് സംസാരിക്കാം എന്ന്. ശരിക്കും അത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു മസ്താനിയുടെ പകുതി ഗ്യാസ് തീർന്നെന്നാണ് തോന്നുന്നത്.